ജോസേ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? എന്താണ് ചേട്ടായി? കോമഡിയാണ്, കോമഡി. എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും കോമഡി അടിച്ച് ഈസി ആയിട്ട് ഊരിപ്പോരാ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഐറ്റം എന്താണെന്ന് മനസ്സിലായില്ലേ? അതും ശരിയാണ്. ലൂക്കാച്ചന്റെ തടി അപ്പന്മാർക്ക് ചിലപ്പോ അപമാനേ. ലൂക്ക, പോയി ഷർട്ട് എടുത്തിട്ട്. മറ്റു പലരും അവന്റെ തടി കൊണ്ട് ചില പ്രയോജനങ്ങളും കണ്ടു. റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് ആഘോഷത്തിന് നമ്മുടെ തടിയൻ ചെക്കനെ സാന്റാക്ലോസ് ആക്കാനൊന്ന് വിട്ടുതരണം. അല്ല ജോൺ സാറേ, ഇതൊരു ദൈവകാര്യല്ലയോ? പിന്നെ ഈ പ്രച്ഛന്ന വേഷം ഒരു കലയും അല്ലേ? ഈ കമലാസനൊക്കെ. പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും ലൂക്കാച്ചനായി ഞങ്ങളുടെ ഒഫീഷ്യൽ ക്രിസ്മസ് പപ്പാനി. ലൂക്കാടെ തടി കൊണ്ട് നാണക്കേടായ പേരപ്പൻ ഒരിക്കൽ ഒരു ഡിസിഷൻ എടുത്തു. ജോസേ, ഇവൻ വളർന്ന് വളർന്ന് പുര നിറയാറായി. ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവൻ ഇവിടെ തിന്നു മുടിക്കും. അതും ശരിയാണ്. ദേ, എല്ലാരോടുമായിട്ട് ഞാൻ പറയാണ്, ഇന്നു മുതൽ ഇവന് കൃത്യം 2 നേരം ഭക്ഷണം, അതും ആരാ വയറ്. എന്റെ ലൂക്കാച്ചൻ വന്ന് അമ്മാമേ ചോറുതാന്ന് പറഞ്ഞ ഞാൻ കൊടുക്കും. നീ പോടാ, നീ തിന്നോടാ ലൂക്ക. അതും ശരിയാണ്. അതേറ്റു. തടിയന്റെ ഭക്ഷണകാര്യത്തെക്കുറിച്ച് പിന്നെ വീട്ടിൽ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പ്രകാശ് ഭവനിൽ അമ്മാമ്മയുടെ വാക്ക് ഫൈനലാണ്. 2 മരുമക്കൾ വന്നു കയറിയതോടെ അടുക്കള അവർക്ക് വിട്ടുകൊടുത്തോണ്ട് പകലുറങ്ങിയ അമ്മാമ്മ രാത്രി ഡ്യൂട്ടി ഏറ്റെടുത്തു. നൈറ്റ് ആയാൽ അമ്മാമ്മ ആക്റ്റീവ് ആകും, എംബ്രോയിഡറി ചെയ്യും, നല്ല ഫുഡ് ഉണ്ടാക്കി തടിയന് കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ അമ്മാമ്മയ്ക്കൊരു പേരിട്ടു, ദ നൈറ്റ് റൈഡർ. പേരെ കേട്ട ഉടനെ ചുമ്മാ അതറുതില്ല. നൈറ്റ് റൈഡർ രജനീകാന്തിന്റെ കട്ട ഫാനായിരുന്നു. இன்னொரு தடவை இந்த பக்கம் நான் உன்னை பார்த்த இடத்துலயே குழி தோண்டி புதைச்சிடுவேன். പുറമെ കാണാൻ ആളിത്തിരി റഫ് ആൻഡ് ടഫ് ആണെങ്കിലും ഉള്ളിലൊരു തങ്കക്കുടമാണ്. നൈറ്റ് റൈഡർ ലൂക്കാച്ചനെ മനസ്സിലാക്കിയ പോലെ വേറെ ഒരാളും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സന്തോഷവും സങ്കടമൊക്കെ ഏറ്റവും ആദ്യം ഷെയർ ചെയ്യുന്നത് അമ്മാമ്മയായിട്ടായിരുന്നു. അങ്ങനെ തടിയൻ നൈറ്റ് റൈഡറിൻ്റെ തണലിൽ നന്നായി കഴിച്ചു വളർന്നു. സ്കൂളിൽ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒന്നേ ഒന്ന്, ആൻ മേരി താടിക്കാരൻ, ഒരു തടിച്ചിക്കുട്ടി. പാമ്പിനെയും പട്ടിയെയും പേടിയില്ലാത്ത നൈറ്റ് റൈഡറിനെ വരെ മരണഭയം ഉണ്ടാക്കി പോളിസി അടുപ്പിച്ച LIC ഏജന്റ് കപ്പിൾ ജോഷുവ താടിക്കാരൻ്റെയും റാണി താടിക്കാരൻ്റെയും ഏക മകൾ. അമ്മാമ്മേ, 3 മാസം കൂടുമ്പോൾ വെറും 600 രൂപ കിട്ടിയാൽ മതി. ഒരു ജീവിതകാലത്തേക്കുള്ള മനസ്സമാധാനമായി. മരിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രയോജനത്തെ പറ്റി പിന്നെ പറയേ വേണ്ടല്ലോ. ഇവിടെ സ്വന്തം ടിഫിൻ അവൻ ഷെയർ ചെയ്യണത് അന്ന് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട്. എനിക്ക് അപ്പം തന്നെ ഉറപ്പായി ദേ ആർ ഇൻ ലവ്. പിന്നെ ഒരിക്കൽ കരുത്തനായ നമ്മുടെ ലവർ ആൻ മേരിയെ ഷോർട്ട് പുട്ടിൻ്റെ ലോകത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി. അവളെ ഊഞ്ഞാലാട്ടാനും അവനെ പറ്റിയിരുന്നുള്ളൂ.
ലൂക്ക ഇത് ആരോടും പറയൂലല്ലോ? ഇല്ല, പ്രോമിസ്. അപ്പോൺ ഗോഡ്? ഗോഡ് പ്രോമിസ്. അവൻ ആണുങ്ങളുടെ മാനം കാത്തു. ആരോടും അത് പറഞ്ഞില്ല. എടാ സണ്ണി, ആൻമേരി താടിക്കാരനില്ലേ, മിക്കി മൗസിന്റെ പ്രിന്റ് ഉള്ള ഷഡ്ഡി ഉണ്ടടാ. നീ കണ്ടോ? എപ്പോ? ഊഞ്ഞാലാടി ഇപ്പം. പക്ഷേ ആൻ ലൂക്ക പ്രേം കഹാനി അധികം നാൾ നീണ്ടില്ല. റാണി താടിക്കാരൻ്റെ റാന്നിയിലുള്ള അപ്പന് ആ ഇടയ്ക്ക് 50 ലക്ഷത്തിൻ്റെ കേരള സർക്കാർ ഓണ ബമ്പർ അടിച്ചു. ഒട്ടും താമസിച്ചില്ല, കപ്പിൾ അങ്ങോട്ട് പോയി സെറ്റിലായി. കൂടെ ആൻമേരിയും. തടിയൻ തകർന്ന് തരിപ്പൺ ഹോഗയ, അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഡിപ്രഷൻ. അന്നതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തത് വേറെ ആരുമല്ല, സാക്ഷാൽ AR റഹ്മാനായിരുന്നു. ലൂക്കാച്ചൻ്റെ ഡിപ്രഷൻ കാലം അവസാനിപ്പിച്ച് 1998 ഷാർജ കപ്പിൽ ദൈവം അവതരിച്ചു. സച്ചിൻ്റെ സെഞ്ചുറി, ദ ഫേമസ് സാൻഡ് സ്റ്റോം ഇന്നിങ്സ്. അത് കണ്ടതോടുകൂടി തടിയം വീണ്ടും ഫുൾ ഓണായി.